Actually, welcome back to our stories. സംഭവം ട്രിപ്പാണ്. നമ്മളൊരു 2 വർഷത്തിന് ശേഷം അടുത്തൊരു സ്റ്റേക്കേഷന് പോകുന്ന ട്രിപ്പല്ല, സ്റ്റേക്കേഷനാണ്. രാഹു കോളിലാണ്. അങ്ങനെ 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മളെ ഗ്യാങ് വീണ്ടും ഒരു സ്റ്റേക്കേഷന് പോവാണ്. മുന്നേ പോയത് ട്രിപ്പായിരുന്നു. വയനാട് 900 കണ്ടിയിലോട്ടാണ് കേട്ടോ നമ്മൾ മുന്നേ ട്രിപ്പ് പോയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ആ ട്രിപ്പിൻ്റെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് നമ്മൾ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്. ഇപ്പോൾ നമ്മൾ വർക്കല സ്റ്റേക്കേഷന് പോവുകയാണ്. നമ്മൾ റെഡിയായതിനു ശേഷം ഞാനും രാഹും കൂടി വിചാരിച്ചു അനന്യയുടെ വീട്ടിൽ പോവാം, എന്നിട്ട് അവിടെ നിന്ന് അനന്യയുടെ കൂടെ പോവാം എന്നാണ് കേട്ടോ വിചാരിച്ചത്. അങ്ങനെ അനന്യയുടെ വീട്ടിലോട്ട് പോകുന്ന ടൈമിൽ വഴിയിൽ വെച്ചിട്ട് അനന്യ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു എങ്കിൽ ബൈക്ക് തിരിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ വെച്ചതിന് ശേഷം അനന്യയുടെ കൂടെ പോകാമെന്ന്. അങ്ങനെ അനന്യ നേരെ വീട്ടിലോട്ട് വന്നു. അങ്ങനെ നമ്മൾ കഴിഞ്ഞ ട്രിപ്പിൽ അനന്യ ഇല്ലായിരുന്നു കേട്ടോ. അനന്യ വന്നിട്ട് എസ്കേപ്പായി പോയി, അതാണ് സംഭവം. പിന്നെ ഇതാണ് നമ്മുടെ അനന്യ എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും ചേട്ടൻ്റെ പേര് അനന്തൻ എന്നാണ് കേട്ടോ. നമ്മുടെ ജാൻവി നമ്മളെല്ലാവരെയും വിളിച്ച് നമുക്ക് എല്ലാവർക്കും കുഞ്ഞു കുഞ്ഞു പേരുകൾ കിട്ടി. രാഹുൽ എന്ന് പറയുന്ന പേരിനെ ചുരുക്കി രാഹു ആക്കി, സൂര്യ ചുരുക്കി സൂരു ആക്കി, ആശിഷ് ചുരുക്കി ആഷിയാക്കി, അനന്തൻ ചുരുക്കി അനന്യാക്കി. അങ്ങനെ നമുക്കെല്ലാവർക്കും പേരിന് നല്ല ക്യൂട്ട് പേരുകൾ തന്നത് നമുക്ക് നാനുവാണ് കേട്ടോ. എന്നിട്ട് നമ്മളെല്ലാവരും കൂടി ഒന്നിച്ച് നേരെ നാനുവിൻ്റെ അടുത്തോട്ട് പോയി കേട്ടോ. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടൊക്കെ നിൽക്കുവാണ്. ശ്രീരാക്കട്ടെ, വെൽക്കം ബാക്ക് ടു സ്റ്റോറീസ്. അപ്പോൾ ഇതാണ് നമ്മുടെ നാനു വന്നിട്ട് നമ്മുടെ വീഡിയോരെ ഭയങ്കര ആരാധികയാണ്. നമ്മളൊരു വീഡിയോ ഉണ്ടെങ്കിൽ ആ വീഡിയോ ഫുള്ള് ഞാനൊരു കാണാപാഠമാണ്. ആര് കണ്ടെങ്കിലെങ്കിലും ഒരു വ്യൂ ഉണ്ടെങ്കിൽ അത് നാനൂപ്പാരെ വ്യൂ ആണ് കേട്ടോ. നമ്മൾ ഫോണിൽ നമ്മളെ വീഡിയോസിന് നമ്മളെല്ലാ വീഡിയോസും കാണും. ഞാനും ഒന്നും വിടാതെ എല്ലാ വീഡിയോസും കാണും. നമ്മൾ ഏതെങ്കിലും സ്ഥലത്ത് പോകുമ്പോഴത്തേക്ക് രാഹുവിൻ്റെ സൂര്യൻ്റെ വീഡിയോയിൽ ഇത് നമ്മൾ കണ്ടിട്ടുണ്ട്, സൂര്യ രാഹുവും പോയ സ്ഥലമാണത് എന്നൊക്കെ ഞാനും പറയും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആശി ചേട്ടനും അനന്തൻ ചേട്ടനും കൂടി അനന്തൻ ചേട്ടൻ്റെ കാറിൽ വന്നു. ഞാനും രാഹുവും അമ്പുച്ചേട്ടനും കുഞ്ഞും അഞ്ചു ചേച്ചി ശ്രീരാഗ് ചേട്ടനും കൂടി ശ്രീരാഗ് എൻ്റെ കാറിൽ പോയി. അപ്പോൾ നമ്മൾ വണ്ടി കിടന്ന് അലമ്പക്കമാണ് ഈ കാണുന്നത്. നമ്മൾ നേരെ പോയത് കായലോരം റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ. റെസ്റ്റോറൻ്റ് കായലോരം ഹോട്ടലിലാണ് നമ്മൾ കഴിക്കാൻ പോയത്. അപ്പോൾ അവിടെ വന്നിട്ട് നമ്മുടെ സ്പെഷ്യൽസ് ഉണ്ടല്ലോ, മറ്റേ കൊഞ്ച് തീയൽ, കക്കത്തോരൻ, മറ്റേ ഫിഷ് ഫ്രൈ, ഇതൊക്കെ എല്ലാം കൂടി 180 റുപ്പീസിന് ഉള്ള ഊണ്. അത് കഴിക്കാനായിട്ടാണ് കേട്ടോ നമ്മൾ പോയത്. നമ്മൾ പോയി ആദ്യം നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ നമ്മൾ വിചാരിച്ചു ജസ്റ്റ് നമുക്ക് അവിടെ കായലിൻ്റെ ഒരു ഓരത്താണ് ഈ കായലോര റെസ്റ്റോറൻറ്റ്. അപ്പോൾ കായലിൽ ബോട്ടിങ്ങിന് പോവാം എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ബോട്ടിങ്ങിന് ഇറങ്ങി. ആ ഹുഡി ഇട്ട് നിൽക്കുന്നില്ലേ, ഈ ഇത്രയും കൊട്ട വെയിലത്ത് ഈ ചൂടത്ത് ഹുഡി ഇട്ട് നിൽക്കുന്ന ആളാണ് ആശിഷ്. ഓക്കെ, നമ്മളങ്ങനെ ബോട്ടിങ്ങിന് കയറി കേട്ടോ. നമ്മൾ ആദ്യം താല്പര്യമില്ലായിരുന്നു ബോട്ടിങ്ങിന്. അനന്യയെ പിടിച്ച് വലിച്ച് ബോട്ടിങ്ങിന് കയറ്റി ഇതിൻ്റെ ഫേസ് എക്സ്പ്രഷനായിരുന്നു അനന്യരത്. നമ്മൾ ആദ്യം നോർമൽ ബോട്ടിങ്ങിനാണ് കേട്ടോ പോയത്. അപ്പം വലിയ സ്പീഡൊന്നുമില്ല, ജസ്റ്റ് നമ്മൾ കുറച്ച് നേരം, ഒരു ½ ആൻ അവർ പോലും എടുത്തിട്ടില്ല. നമ്മൾ ബോട്ടിൽ ജസ്റ്റ് ഒന്ന് കറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ മുന്നേ സ്പീഡ് ബോട്ടിങ്ങിന് പോയിട്ടുണ്ടായിരുന്നതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചുകൂടി താല്പര്യം സ്പീഡ് ബോട്ടിങ്ങിന് പോകാനായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എനിക്കിന്ന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനൊന്ന് ബ്രൈറ്റായൊരു ഫീൽ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഡ്രസ്സൊക്കെ ഇട്ടപ്പോഴത്തേക്ക്. അങ്ങനെ ഇതാണ് കേട്ടോ കായലിനെ പറ്റി എന്ത് പറയാനാണ്. നമ്മളിതുപോലെ ഒരു വട്ടം ആലപ്പുഴ
കായലിൽ കൂടി ഇങ്ങനെ കുട്ടനാടൻ കായലല്ലേ പൊയ്ക്കൊണ്ടിരുന്ന് പിന്നെ അവസാനം അവിടെ അടിയും പിടിയുമായിട്ട് തിരിച്ചു വന്നൊരു സ്റ്റോറിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് കായൽ അത്ര സുഖമുള്ള ഏർപ്പാട് അല്ല, കുറേ നേരം അതിനകത്തിരിക്കുമ്പോഴത്തേക്കും മടുക്കും. പിന്നെ സ്പീഡ് ബോട്ടിംഗ് ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ഓക്കെയാണ്. പിന്നെ ഇതാണ് കേട്ടോ നമ്മൾ സ്പീഡ് ബോട്ടിങ്ങിന് പോയ ചേട്ടൻ്റെ കാർഡ്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ വിളിക്കുക. പിന്നെ അനന്യ അങ്ങ് സെറ്റായി സ്പീഡ് ബോട്ടിങ്ങിനൊക്കെ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അനന്യ അങ്ങ് ചാടി കയറി. ആദ്യമേ അനന്യ ഓൺ വൈബായിരുന്നു. നമ്മൾ ആദ്യം പിടിച്ച് കയറ്റിയതാണെങ്കിലും ഇപ്പം കണ്ടാൽ തോന്നും ആദ്യമേ താല്പര്യപ്പെട്ട് കയറി വന്ന ആളാണ് അനന്യ. അത്രയും വൈബിലാണ് അനന്യ ഇരിക്കുന്നത്. പിന്നെ രാഹു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് രാഹു അവിടെ രാഹു ആയിരുന്നു ട്രിപ്പ് ഫുള്ള് എൻജോയ് ചെയ്താണെന്ന് എനിക്ക് തോന്നി. രാഹു ഫുൾ വൈബിലായിരുന്നു. അങ്ങനെ ഞാനും രാഹുവൊക്കെ വൈറ്റ് ആൻഡ് വൈറ്റ് അറിഞ്ഞുകൊണ്ട് ഇട്ടുകൊണ്ട് ഇറങ്ങിയതല്ല, ഞാനും രാഹുവൊക്കെ അറിയാണ്ട് ഇട്ടുകൊണ്ട് ഇറങ്ങിയതിന് ശേഷം വാ വൈറ്റ് വൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയവരാണ്. പിന്നെ ഫുഡ് പറയാതിരിക്കാൻ വയ്യ. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഫുഡ് കണ്ടപ്പോഴത്തേക്ക് ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം മറന്നുപോയി. ഫുഡ് കണ്ടപ്പോഴത്തേക്ക് അതിലോട്ട് കമിഴ്ന്ന് വീണു. അപ്പോൾ രാഹുവാണ് ഫുഡിൻ്റെ വീഡിയോസൊക്കെ എടുത്തത്. എനിക്ക് ഫുഡിനോട് എന്നും ഭ്രാന്താണ്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ഫുഡ്, ഭയങ്കര ഫുഡ് ഭ്രാന്തിയാണ് ഞാൻ. ഓക്കെ, അപ്പോൾ രാഹു ഫുഡിൻ്റെയൊക്കെ വീഡിയോ എടുത്ത് തന്നു. പിന്നെ നമ്മൾ നേരെ നമ്മുടെ സ്റ്റേക്കേഷന് വേണ്ടി പോയി. ഈ സ്ഥലത്തിൻ്റെ പേര് ഞാൻ കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യാൻ പഠിച്ചിട്ടില്ല, ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം, ഒരു മിനിറ്റ്. ട്രറ്റോറിയസ് ടാങ്കിൽ നിന്നാണ് കേട്ടോ നമ്മൾ സ്റ്റേക്കേഷൻ എടുത്ത സ്ഥലത്തിൻ്റെ പേര്. കൊള്ളായിരുന്നു, നല്ല വൈബുള്ളൊരു പ്ലേസ് ആയിരുന്നു. പിന്നെ നമ്മൾ ഫ്രണ്ട്സിനെല്ലാവരും കൂടെ വൈബ് അടിക്കാനാണല്ലോ, ജസ്റ്റ് സ്റ്റേ ചെയ്യുക, പാട്ട്, ഡാൻസ്, കുറച്ച് ബിസി സ്കെഡ്യൂളൊക്കെ ഒന്ന് മാറ്റി വെച്ച് ഒന്ന് ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ 3 കോട്ടേഴ്സായിട്ടാണ് കേട്ടോ എടുത്തത്. കോട്ടേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് 3 റൂം വീട് പോലെ അങ്ങനെ എടുത്തത്. ഓക്കെ ആയിരുന്നു, കുഴപ്പമൊന്നുമില്ലാതെ നല്ല ക്ലീൻ ആയിരുന്നു. പിന്നെ നമ്മളെ റൂം വന്നിട്ട് ഒരു കോട്ടേജ് വന്നിട്ട് ഒരു സിറ്റ് ഔട്ട്, നല്ല ഫർണിഷ്ഡ് റൂം, പിന്നെ നല്ല ക്ലീൻ നല്ല അടിപൊളി ക്ലീൻ ആയിട്ടൊരു വാഷ്റൂം. ഇത് ഇത്രയാണ് കേട്ടോ വരുന്നത്. അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. വേറെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. വെൽ ക്ലീൻഡ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ നമ്മളവിടെ കുറേ നേരം നിന്ന് കറങ്ങി അവിടെ ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ നിന്നൊരു 450 മീറ്റർ മാത്രം മാറിയിട്ട് കടലുണ്ടായിരുന്നു. അപ്പം നമ്മളെല്ലാവരും കൂടെ കടലിൽ പോയി. എന്നിട്ട് ഈ മുതുക്കന്മാരെല്ലാം കൂടി കിടന്ന് ആ മണ്ണിൽ മറിഞ്ഞ് വാരിക്കളിച്ച്, എനിക്കറിയത്തില്ല എന്താണ് അവിടെ പരിപാടി, എന്താണ് നടന്നതെന്ന് എനിക്കറിയത്തില്ല. അമ്മാതിരി കുത്തിമറിയലായിരുന്നു അവിടെ കിടന്നിട്ട്. ആ കുഞ്ഞു പോലും ഇത്ര പ്രശ്നമില്ലായിരുന്നു. ആ കുഞ്ഞടങ്ങി ഒതുങ്ങി ഒരു സൈഡിൽ നിന്ന് മണ്ണ് വാരി കളിക്കുന്നുണ്ടായിരുന്നു. ഇത് 4-5 എണ്ണം കൂടി ഇവിടെ കിടന്ന് എനിക്ക് കാണിക്കാൻ പരിപാടികളൊന്നുമില്ല. അങ്ങനെയായിരുന്നു ഇതുങ്ങളെ പരിപാടി. ആ കടലിൽ നിരങ്ങി വാരി ഒരു വീട് വയ്ക്കാനുള്ള മണ്ണ് ഈ 4-5 എണ്ണം കൂടി വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. പിന്നെ ഞാനും കടലിലിറങ്ങാത്തതുകൊണ്ട് ജസ്റ്റ് കാലൊക്കെ മുക്കി അകത്ത് കയറ്റി. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വന്ന് ഫ്രഷായിട്ട് ഇവരെല്ലാവരും കൂടി, രാഹു, അഞ്ചു ചേച്ചി, ഞാൻ, കുഞ്ഞ്, നമ്മൾ 4 പേര് ഒഴിച്ച് ബാക്കി എല്ലാവരും കൂടി ഫുഡ് മേടിക്കാൻ പോയി. ആ സമയം കൊണ്ട് ഞാൻ ബീച്ചിൽ ഇറങ്ങാത്തതുകൊണ്ട് ഞാനും കൂടി പൂളിൽ കിടന്ന് മറിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ, രാഹു, ആഷി ചേട്ടൻ, ശ്രീരാഘേട്ടൻ, അമ്പു ചേട്ടൻ, നമ്മളെല്ലാവരും കൂടി പൂളിൽ കിടന്ന് മറ്റേ ബോളൊക്കെ വെച്ച് കളിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഞങ്ങൾ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്ന് കുറേ നേരം ഒന്നിച്ച് സ്പെൻഡ് ചെയ്തതിന് ശേഷം 12 മണിയായപ്പോഴത്തേക്കും നമ്മുടെ 5 ചേച്ചിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇവർ ഫുഡ് മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഫുഡ് മേടിക്കാൻ പോയ ടൈമിൽ ശ്രീരാഘേട്ടനിൻ്റെ ഇടയിൽ കയറി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ചേച്ചിയുടെ ബർത്ത്ഡേക്ക് കേക്ക് മേടിക്കാൻ പോയതാണ്. അങ്ങനെ കേക്കൊക്കെ രാത്രി 12 മണിക്ക് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ രാവിലെ എണീറ്റ് പോകാനായിട്ട് റെഡിയായി എല്ലാവരും വന്നു. നമ്മൾ
അടിപൊളിയായിട്ട് ആഘോഷിച്ചു കേട്ടോ. നമ്മൾ തലേദിവസത്തെ ഫുഡിൻ്റെ വീഡിയോ നിങ്ങൾ നോക്കണ്ട, കാണത്തില്ല. കാരണം ഫുഡ് കണ്ടപ്പോഴത്തേക്ക് ആക്രാന്ത എന്ന് പറയുന്നില്ലേ, ആക്രാന്ത പോലത്തെ വീഡിയോ എടുക്കാൻ മറന്നു പോകും ഞാൻ. അതെപ്പോഴും അങ്ങനെ. അത് വീട്ടിലായാലും ഫുഡിൻ്റെ വീഡിയോസ് ഭയങ്കര കുറവായിരിക്കും. പിന്നെ പിറ്റേന്ന് രാവിലത്തെ ഫുഡ് നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഫുഡ് വേണമെന്ന്. അപ്പം എക്സ്ട്രാ പേയ്മെൻറ്റ് അതിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് വന്നിട്ട് അപ്പം, വെജ് കറി, മുട്ട, ഫ്രൂട്ട്, അതായത് വാട്ടർമെലൻ, പിന്നെ കോഫി ആയിരുന്നു. കോഫിയോ ടീയോ എന്തെങ്കിലും. നമ്മൾ കോഫി ചോദിച്ചപ്പോഴത്തേക്ക് നമുക്ക് കോഫി വന്നു കേട്ടോ. ഞാൻ അങ്ങനെ ടീയുടെ ഭയങ്കര ആണെന്നല്ല, പക്ഷെ കോഫി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ രാഹുവും കൂടി എല്ലാം എടുത്ത് വയ്ക്കുന്ന പരിപാടികളിലായിരുന്നു. രാഹു ഏകദേശം എല്ലാം എടുത്ത് വെച്ച് ബാഗ് എല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു പാൻറ് അവിടെ മിസ്സായി. ഞാൻ മറന്നുപോയി. നമ്മളവിടെ അത്രയും രാഹു ഫുൾ ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങിയത്. ഞാൻ ഇട്ടുകൊണ്ട് വന്ന പാൻറ് മടക്കി കബോർഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കബോർഡിൽ വെച്ചിട്ട് ഞാൻ അതിൻ്റെ കാര്യമേ മറന്നുപോയി. അതാണ് സംഭവം. ഇപ്പോൾ എന്തായാലും പോയി, സാധനം പോയി, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ ഫുൾ ക്ലീൻ ചെയ്ത് എങ്ങനെ തന്നു അങ്ങനെ വിരിച്ചൊക്കെ ഇട്ട് നമ്മൾ ഇറങ്ങി. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് അനനി എൻ്റെ നിന്ന് ഫോൺ മേടിച്ചിട്ട് വീഡിയോ എടുത്താണ് കേട്ടോ. ഇത് രാഹു അടിപൊളിയായിരുന്നു. രാഹു ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തെന്ന് കേട്ടോ എനിക്ക് മനസ്സിലായത്. രാഹു കുറേ നാൾക്ക് ശേഷം നല്ല എൻജോയ് ചെയ്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം രാഹുവിന് നല്ല ഹെക്ടിക് സ്കെഡ്യൂളുണ്ട്. കാരണം ഹോൾ കേരള രാഹു ഇപ്പോൾ പോകുന്നുണ്ട്. അപ്പോൾ രാഹു ഭയങ്കര ഹെക്ടിക്കാണ്. വീക്ക്ലി ട്വൈസൊക്കെയാണ് രാഹു നാട്ടിൽ, അതായത് വീട്ടിലുണ്ടായിരിക്കുക. അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്തപ്പോഴത്തേക്ക് രാഹു ഹാപ്പിയായി. പിന്നെ നമ്മൾ നേരത്തെ കണ്ട കൂളിംഗ് ഗ്ലാസ് വെച്ചിരുന്ന ചേട്ടനാണ് അവിടുത്തെ മാനേജർ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഒന്ന് കാപ്പൽ ബീച്ച് വഴി ചുറ്റിക്കറങ്ങി വരാമെന്ന് വിചാരിച്ചു. എന്തായാലും ഇറങ്ങുന്നില്ല, കാരണം അടിപൊളി വെയിലാണ്. നമ്മളിങ്ങനെ വെയിലെന്നൊക്കെ പറയത്തില്ല, അമ്മാതിരി വെയിലും. അറിയാമല്ലോ, ഒരു സൈഡ് കായലും ഒരു സൈഡിൽ കടലുമാണ്.